നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് അഡ്സൈസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ എന്ന കമ്പനിയിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നു. ടെക്നോ പാർക്കിലെ പ്രമുഖ കമ്പനിയാണിത്. അപ്പോൾ ഇതിലേക്ക് വന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് അസിസ്റ്റൻ്റാണ്. US ഫിനാൻസ് ടീമിലേക്ക് ആണ് നിയമനം നടക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ജനുവരി 2025 കോൺടാക്റ്റ് ചെയ്യുന്നത് ഇമെയിൽ അഡ്രസ്സിലാണ്. ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലാണ്. ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ എന്ത് ചെയ്യാം വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷനാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ബാച്ചിലർ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ ഫിനാൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 0 to 6 month റെലവൻറ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ 6 മാസം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇതിലേക്ക് നിയമിക്കും. 0 to 6 month ആണ് പറയുന്നത്. 0 എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ സബ്ജക്റ്റ് വെക്കുന്നത് അക്കൗണ്ടിങ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് അക്കൗണ്ടിങ് അസിസ്റ്റൻ്റ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം സബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യുക. അത് ശ്രദ്ധിക്കേണ്ടത് ബികോമോ അല്ലെങ്കിൽ ഫിനാൻസോ ഡിഗ്രി ഉള്ള ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 6 മാസം വരെ എക്സ്പീരിയൻസ് മതി. പിന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ അറിയാമല്ലോ. വർക്ക് ഇൻ ഡിഫറെൻറ്റ് ഷിഫ്റ്റ് കോർഡിനേറ്റ് വിത്ത് US ടൈം സോണാണ് പറയുന്നത്. ഇന്ത്യൻ ടൈം സോണിലല്ല വർക്ക് വരുന്നത്, US ടൈം സോണിലാണ് വർക്ക് വരുന്നത്. പിന്നെ പ്രിഫേർഡ് സ്കില്ല് പ്രൊഫഷൻ ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രോങ് ഓർഗനൈസർ സ്കില്ല് ആൻഡ് അറ്റൻഷൻ ആൻഡ് ഡീറ്റെയിൽ എബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് മാനേജ് മൾട്ടിപ്പിൾ ടാസ്ക് എന്ന് പറയുന്നത്. എക്സലൻറ്റ് റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ഗുഡ് നോളജ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്കില്ല് ഉണ്ടായിരിക്കണം. വിൻഡോസ് 10 or 11 അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു. പിന്നെ ബേസിക് നോളജ് ഓഫ് ക്യാമറ സർവൈലൻസ് സിസ്റ്റം ആൻഡ് മോണിറ്ററിംഗ് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു അക്കൗണ്ടിങ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഡിഗ്രിയോ ഫിനാൻസോ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. പറ്റുന്ന ആളുകൾ അപ്ലൈ ചെയ്തിട്ട് ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. യാതൊരുവിധ ഫീസോ ഇതിന് ഏജൻസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതും അവരടുത്ത് പറയാം. ടെക്നോ പാർക്കിൽ തന്നെ പ്രമുഖ കമ്പനിയാണ് അഡ്സൈസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ എന്നുള്ള കമ്പനി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു അടിപൊളി ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.